ഹായ്. അപ്പോൾ 2026 ഗോൾസ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം 6 ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് റൊട്ടീനിൽ ഒരു 16 എണ്ണം കാണും ട്രാക്ക് ചെയ്യാൻ. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് നന്ദി വേണം. അതുകൊണ്ട് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷിലാണ് കൂടുതലും ഇൻസ്പിറേഷണൽ വീഡിയോസൊക്കെ കാണുന്നത്, മലയാളത്തിൽ അങ്ങനെയൊന്നും ഇല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചതിന് ശേഷം ഞാൻ ഫേസ്ബുക്കിലായാലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് മലയാളം ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് വീഡിയോസ് കാണാറുണ്ട്, പേരൻറ്റിങ് ടിപ്സ് കാണാറുണ്ട്, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട്. അവരിൽ നിന്ന് എനിക്ക് എന്താണ് ഒരു വ്യത്യാസം എന്ന് ചോദിച്ചപ്പം ക്ലാസ് പോലെയാണ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത് വീഡിയോസൊക്കെ. അതൊന്ന് മാറ്റിക്കൊണ്ട് വരണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ അതും കൂടെ എൻ്റെ ഒരു വിഷയമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയും ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസിനൊന്നുമില്ല. ഞാൻ തന്നെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മൊത്തം കണ്ടിരിക്കുമെന്ന് എനിക്ക് സംശയമാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ഗോളായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം പോകെ പോകെ എന്താവുമെന്ന്. അപ്പിയറൻസ് ഒക്കെ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഇന്നും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ എന്നെ തന്നെ ഒന്ന് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ, ഗുഡ് ലുക്കിംഗ് ആയിട്ടിരിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്ത റെസൊല്യൂഷൻസ് ആണ്. ഒരു ബുക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് 2025 തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു ബുക്കാണ്. ഇത് എക്സ്പെൻസ് ആണ്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ മാരീഡാണ്. അപ്പം എൻ്റെ പൈസ എന്ന് മാത്രമല്ല, ഹസ്ബൻഡിൻ്റെയും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ വരവ് ചെലവ് കണക്കുകളൊക്കെ എഴുതിയിട്ടുള്ളൊരു ബുക്കാണിത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചിലവാക്കുന്നത് അനാവശ്യമായിട്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ചിലവാക്കുന്നതല്ല, അതൊരിക്കലും അനാവശ്യമായ ചിലവല്ല. അതെപ്പോഴും എല്ലാവരും തെറ്റിദ്ധരിച്ചു പോകുന്നൊരു കാര്യമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് വാങ്ങി, അതിന് 10 രൂപ ചിലവായി. അതൊരു അനാവശ്യ ചിലവല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടാണ് വാങ്ങിയത്, സന്തോഷമായിട്ട് അത് കഴിക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു കക്ക് കൊടുക്കാൻ വേണ്ടി ഒരു 1000 രൂപ കൊടുത്തു, പിന്നീട് ചിന്തിക്കണം അത് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെയല്ല, നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു പൈസ ഒരാൾക്ക് കൊടുക്കുക. അതൊന്നും ഒരിക്കലും ധൂർത്തിൽ വരുന്ന കാര്യങ്ങളല്ല കേട്ടോ. നമ്മൾ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ ഒരു കാര്യം ചെയ്യുന്നത് അതിനും കൂടെ വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത്. നമ്മുടെ ബേസിക് ആവശ്യം, ഹോസ്പിറ്റൽ ചിലവ്, ഇതിന് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് സന്തോഷിക്കാൻ കൂടെ സമയം വേണ്ടേ? നാളെ ഒരു ദിവസം നമ്മൾ ഉണരുമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി 10 പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ സന്തോഷമായിട്ട് തന്നെ ചിലവാക്കിക്കുക. നിങ്ങളുടെ അർഹതപ്പെട്ട പൈസ തന്നെയാണ് നിങ്ങൾ ചിലവാക്കിയതെന്ന് മനസ്സിൽ വിചാരിച്ചേക്കുക. അതൊരിക്കലും ദൂരത്തല്ല കേട്ടോ. അതല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണ് നമ്മൾ അനാവശ്യമായിട്ട് കുറേ പൈസ സ്പെൻഡ് ചെയ്യുന്നത്, കുറച്ചും കൂടെ പൈസ നമുക്ക് എങ്ങനെ എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ. ഞാനൊരു പ്രൊഡക്റ്റിനെ പറ്റി കണ്ടു കേട്ടോ. അതൊരു വഞ്ചിപ്പെട്ടി പോലെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് 100 ദിവസം കൊണ്ട് 1,00,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നിലവിൽ 50 രൂപയുടെ നോട്ടുണ്ട്, 100 രൂപയുടെ നോട്ടുണ്ട്, 200 രൂപയുടെ നോട്ടുണ്ട്, 500 രൂപയുടെ നോട്ട്സ് ഉണ്ട്. അപ്പം ഈ തുക പല എമൗണ്ട് ആയിട്ട് വെച്ചുകൊണ്ട് എത്ര രൂപ നമുക്ക് അതിൻ്റെ സം എന്ന് പറയുന്നത് 1,00,000 വേണം 100 ദിവസം കൊണ്ട് കേട്ടോ. അത് എത്ര രൂപ നമുക്ക് വഞ്ചിപ്പെട്ടിയിൽ നിക്ഷേപിച്ചാൽ അന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എനിക്കതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു 4 പേരുണ്ട്, 2 മക്കൾ, അമ്മ, അച്ഛൻ, ഇത്രയും പേരാണെങ്കിൽ നിങ്ങൾ എല്ലാവരോടും ചേർന്ന് അങ്ങനെ ഒരു കുടുക്ക ഉണ്ടാക്കുക. നിങ്ങൾക്കൊരു വൈറ്റ് പേപ്പർ എടുത്ത് 100 കോളമായിട്ട് വരച്ചിട്ട് അതിൻ്റെ സമ്മ് 1,00,000 രൂപ വരുന്ന രീതിയിൽ 500, 100, 50, 200 എന്നിങ്ങനെ എഴുതുക. അപ്പോൾ ഒരു ദിവസം കുഞ്ഞിന് ഇത്ര രൂപ കിട്ടി, മൂത്ത ആൾക്ക്, ഇളയാൾക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക്, ഇത്രയും പേർ കൂടെ ചേർത്ത് ഇന്ന് 500 രൂപ ഇടാൻ പറ്റും. അപ്പം 500ൻ്റെ ഒരു കോളം വെട്ടിയിട്ട് 500 രൂപ ഇടുക. ഇന്ന് നിങ്ങൾക്ക് 500 രൂപ ഇടാൻ പറ്റും. 500ൻ്റെ ഒരു കോളം വെട്ടിയിട്ട് 500 രൂപ ഇടുക. 200 പറ്റുള്ളൂ, 200ൻ്റെ ഒരു കോളം വെട്ടിയിട്ട് 200 ഇടുക. 100 പറ്റുള്ളൂ, 100ൻ്റെ കോളം വെട്ടിയിട്ട് ഇടുക. 50 പറ്റുള്ളൂ, 50ൻ്റെ കോളം വെട്ടിയിട്ട് ഇടുക. അതിന് നിങ്ങൾക്ക് 500ൻ്റെ എല്ലാ കോളം വെട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് 500 രൂപ ഇടാനുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു 200ൻ്റെ കോളം വെട്ടുക, ഒരു 200ൻ്റെ കോളം വെട്ടുക, ഒരു 100ൻ്റെ കോളം വെട്ടുക. അങ്ങനെ ആ 100 കോളം നിങ്ങൾ വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ വഞ്ചിപ്പെട്ടിയിൽ 1,00,000 രൂപ ഉണ്ടായിരിക്കും, അല്ലേ? ഒന്ന് ഇമാജിൻ ചെയ്തേ, ഒരു ഭാര്യ, ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് അതിനകത്തുണ്ട്, അല്ലേ? നിങ്ങളുടെ എല്ലാ ചിലവുകൾക്കും നിങ്ങളുടെ മറ്റ് സേവിങ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അത്രയും രൂപ സേവ് ചെയ്തത്. അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന എമൗണ്ടാണ്, നിങ്ങൾ ഫാമിലിയായിട്ട് അച്ചീവ് ചെയ്ത ഒരു അച്ചീവ്മെൻ്റ് ആണ്, അതല്ലേ? അപ്പം എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. നിങ്ങളൊരു കുഞ്ഞു കുടുക്ക ഉണ്ടാക്കിയിട്ട് 2026 എല്ലാവരുടെയും കൂടെ സമ്പാദ്യങ്ങൾ, തുട്ടുകളും എല്ലാം ചേർത്തിട്ടുള്ള ആ പൈസകൾ അതിൽ നിക്ഷേപിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പിനെസ്സിന് വേണ്ടി, എന്നും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, നല്ലൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ പൈസ നിങ്ങൾക്ക് ചിലവാക്കാൻ സാധിക്കട്ടെ. അപ്പം അത് ഞാൻ സേവിങ്സ് ആയിട്ടൊരു വീഡിയോ ഷെയർ ചെയ്തതാണ്.
പിന്നീട് ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് പറയാനാണ് വിചാരിക്കുന്നത്. ഞാൻ മാനിഫെസ്റ്റേഷൻ എഴുതി തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. ഞാനൊരു ബുക്ക് വായിക്കുന്നുണ്ട്, അസുരൻ എന്ന് പറഞ്ഞിട്ട്. ജോയ്സ് എഴുതിയൊരു നോവലാണത്. അപ്പോൾ അത് വായിച്ച് തീർക്കണം എന്നൊരു മിഷനല്ല, ഒരു ഗോളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, രാവിലെ ബസ് കൃത്യമായിട്ട് കിട്ടി. തലേ ദിവസം ഞാൻ മാനിഫെസ്റ്റേഷൻ എഴുതിയതാണ്. ബസ് കിട്ടി, അരികിലൊരു സീറ്റ് കിട്ടി, അതിലിരുന്ന് ഞാൻ അസുരൻ വായിക്കുന്നുണ്ട്. ഇത്ര പേജോളം എനിക്ക് വായിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു ചെറിയ അച്ചീവ്മെൻറ്റിനെ പറ്റിയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ രാവിലെ എണീച്ച് റെഡിയൊക്കെ ആയപ്പോഴത്തേക്ക് സമയം കുറച്ച് വൈകിപ്പോയി. എങ്കിലും നമ്മൾ പല രീതിയിൽ ചിന്തിക്കും, ബൈക്കിൽ തന്നെ അങ്ങ് പോയാലോ എന്നുകൊണ്ട്. ഞാൻ ആ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചതിൽ ഞാൻ വിശ്വസിച്ചു പോയല്ലോ. ഞാൻ അത്രയും കാര്യം എനിക്കത് ഉറപ്പായിട്ടും കിട്ടും, ഞാൻ ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നതെന്ന് വെച്ചിട്ട് ഞാൻ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് വന്നപ്പോൾ ആ ബസ് അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ബസ്സിലിരിക്കാനും സീറ്റ് കിട്ടി. സൈഡ് സീറ്റ് അല്ല കിട്ടിയത്, എങ്കിലും ഞാൻ ബുക്ക് വായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ വായിച്ചു തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇപ്പുറത്തെ രണ്ടുപേരും എഴുന്നേറ്റ് പോയി. എനിക്ക് ആ സൈഡ് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പവറാണ്. ഇതിന് മുമ്പ് ഒരു ദിവസം ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ഇതുപോലെ സൈഡ് സീറ്റിൽ ഇരുന്ന് ബുക്ക് വായിക്കാനായിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പം ഒരു ദിവസം ഒരു സൈഡ് സീറ്റിൽ ഒരു ലേഡി ഇരിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തെ സീറ്റ് വേക്കൻ്റാണ്. അപ്പം ഞാൻ ഒരിക്കലും ആളുകളോട് അങ്ങോട്ട് എന്നൊരു കാര്യം ആവശ്യപ്പെടുന്ന ഒരാളൊന്നും അല്ല. അപ്പം ഞാൻ ആ മേഡത്തിൻ്റെ അടുത്ത്, മേഡം എന്നെക്കാട്ടിൽ എൽഡർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ സൈഡിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ചേച്ചി ആ ഇരുന്നു മോളെ, എനിക്ക് ചെവി അടച്ചിട്ടിരിക്കും, ഇരുന്നു എന്ന് പറഞ്ഞു. അവർ സന്തോഷമായിട്ട് സൈഡിൽ മാറി തന്നു. അപ്പം മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ ചോദിക്കാൻ, എൻ്റെ വാ കൊണ്ട് ചോദിക്കാനൊരു ധൈര്യം എനിക്കുണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാൾ സൈഡ് സീറ്റ് ഇരിക്കുന്ന എന്ത് ചെയ്യും, അതിൻ്റെ ഇപ്പുറത്തെ സീറ്റിൽ നിന്നിരിക്കും. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു അനുഭവം, അല്ലെ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മൾ ഓൾറെഡി ആ ജീവിതം ജീവിച്ചു പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പം മാനിഫെസ്റ്റേഷൻ അത്ര ഒരു പവറുണ്ട്. ഇനി ഇതിലും വ്യക്തമായി, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇതിലും വലിയ വലിയ കാര്യങ്ങൾക്ക് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതൊരു നിസ്സാരമായിട്ട് കണ്ട് തള്ളിക്കളയരുത്. അത്രയ്ക്ക് പവർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഇന്നു മുതൽ ഇത് ചെയ്തു തുടങ്ങുക. 2026 നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ മികച്ച ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ മുറുകെ പിടിക്കുക. പിന്നീട് ഒരനുഭവം ഷെയർ ചെയ്യാനുള്ളത്, ഇത് മാനിഫെസ്റ്റേഷൻ്റെയും ഗോൾസിൻ്റെയും ഒന്നും അല്ല കേട്ടോ. ഓരോ ദിവസങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു അനുഭവമായിട്ട് വരും. നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ബിഹേവ് ചെയ്യരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന വിധത്തില്ലേ. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയത് കിളിമാനൂർ ബസ്സിലാണ്, സ്ഥലം കൊട്ടാരക്കരയാണേ. അപ്പോൾ ആ ബസ്സിൽ ഒരു ലേഡി വന്ന് കയറി. അവർക്ക് കുറച്ച് പ്രായമുണ്ട്, വലിയൊരു ലഗേജൊക്കെ കയ്യിലുണ്ട്. അവർ കയറി വന്നുകൊണ്ട്, ഈ ബസ് തിരുവനന്തപുരം പോകുമോ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്തല്ല, വേറെ ഒരിടത്താണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് തിരുവനന്തപുരം വരെ പോകത്തില്ല, കിളിമാനൂർ വരെ പോകത്തുള്ളൂ. ഇതേ അവിടെ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രം ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അടുത്തിരുന്ന ഒരു ലേഡി പറഞ്ഞു, അയ്യോ ആ ബസ് പോയി കേട്ടോ, അത് നേരത്തെ അവിടെ കിടപ്പുണ്ടായിരുന്നു, ജസ്റ്റ് ഇതാ ഇപ്പോഴാണ് എടുത്തത് അതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ആണോ, എന്നാൽ ഇത് തിരുവനന്തപുരം പോകത്തില്ലെങ്കിൽ ഞാൻ ഇറങ്ങിയേക്കാം, ഫാസ്റ്റ് പാസഞ്ചർ. അപ്പം അപ്പുറത്തൊരു ഫാസ്റ്റ് പാസഞ്ചർ വന്ന് നിന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, അത് തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു, ഫാസ്റ്റ് പാസഞ്ചർ ആണെന്ന് തോന്നുന്നു എന്നിങ്ങനെ ഒരു സംശയം പറഞ്ഞു. അത് ഫാസ്റ്റ് പാസഞ്ചർ ആണെന്നൊക്കെ എനിക്ക് കണ്ടാൽ അറിയാം, തിരുവനന്തപുരം ആണോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരാളോട് ഒരു ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്കറിയാൻ അറിയാൻ വയ്യാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ ചോദിക്കുക. അപ്പം നമ്മൾ ഭയങ്കര കമാൻഡിങ് ആയിട്ട് സംസാരിച്ചാൽ അത് ഇഷ്ടപ്പെടുമോ? നമ്മളൊരു ഹെൽപ്പല്ലേ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒരാളോട് ഒരു ഇൻഫർമേഷൻ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു ടോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു വിനയവും അവരോട് ചോദിക്കുന്ന ഒരു റെസ്പെക്റ്റും ഒക്കെ ഉണ്ടായിരിക്കണം. അവർ നമ്മളെക്കാട്ടിലും പ്രായം കുറഞ്ഞതായാലും ഏത് സ്റ്റേറ്റിലുള്ള ഒരാളാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം ഒന്ന് താഴ്ത്തി അറിയേണ്ട കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഇവർ ഈ ചോദിച്ച ഈ ഒരു സംഭാഷണം എന്ന് പറയുന്നത് ആ ബസ്സിലുണ്ടായിരുന്ന മൊത്തം പേരും കേട്ടു. അത്രയും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം അവർക്കൊരു കോള് വന്നു. എന്തോ അവർ പറഞ്ഞു, ഓക്കെ വേണ്ട, എന്തായാലും ഞാൻ പോകുന്നില്ല, ഞാൻ ഇതിനകത്തിരിക്കുക, കിളിമാനൂരെങ്കിൽ കിളിമാനൂർ, എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒറ്റയ്ക്ക് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോള് വന്നു. കോള് പറഞ്ഞു, എനിക്കൊന്നും അറിയാൻ മേലാത്തൊരു സ്ഥലത്തായിരിക്കുന്നത്, എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയാം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, ഇതെവിടെങ്ങാണ്ടൊക്കെ ഈ ബസ് പോകുന്നത്, നീ എവിടെയാണ് വരുന്നത്, ഇവിടെ ഒന്നും എനിക്കൊന്നും അറിയത്തില്ല, ആരോടൊന്നും ചോദിച്ചിട്ട് ആരും ഒന്നും മിണ്ടുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്ത ഒരാളല്ല, ആ പറഞ്ഞു കൊടുത്ത ആൾക്കാർ അവിടെ ഓൾറെഡി ഉണ്ട്. ഇത് ഞാൻ കേട്ടോണ്ടിരുന്ന ഒരാളാണെങ്കിൽ പോലും എനിക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇൻസൾട്ടായിട്ട് അത് ഫീൽ ചെയ്തു. ഇവർ ചോദിച്ചതിന് എല്ലാ മറുപടി അവർ പറഞ്ഞു കൊടുത്തല്ലോ, എന്നിട്ട് ഇവർ ഉറക്ക ഫോണിൽ ഇവിടുത്തെ ഉള്ള ആരും എനിക്കൊന്നും പറഞ്ഞു തരുന്നില്ല എന്നുകൂടെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ.
അങ്ങനെയുള്ള ചില സംഭാഷണങ്ങൾ. ചിലപ്പോൾ നമ്മളായിരിക്കും ആ വ്യക്തിയുടെ സ്ഥാനത്ത്. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ കഴിവതും പതുക്കെ സംസാരിക്കുക. എനിക്കും ആ ഒരു സ്വഭാവമുണ്ട്. ഭയങ്കര ഉറക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. കേൾക്കേണ്ട ആൾക്കാർ മാത്രമല്ല, അവരുടെ ഇരിക്കുന്ന മൊത്തം പേരും അത് കേൾക്കും. എൻ്റെ അച്ഛനും അതുപോലെയാണ്. അപ്പം ഞാനത് കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത്. പിന്നെ അത് മാറ്റിയിട്ടുമില്ല, മാറ്റണമെന്ന് അങ്ങനെ തോന്നിയിട്ടുമില്ല. ഇത് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ ഒരു സ്പേസാണ്. ഇപ്പം അവർ പറഞ്ഞ അവരുടെ പേഴ്സണലായിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ കേട്ട് ഞാനൊരു വീഡിയോയിൽ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാനവിടെ ഇരുന്ന് കേട്ടു ഇതൊക്കെ. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു അറിവ് പകരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. നമ്മളും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. നമ്മൾ അനാവശ്യമായിട്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അറിഞ്ഞോ അറിയാതെ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. ഒച്ചത്തിൽ ഫോണിൽ സംസാരിച്ച് ബാക്കിയുള്ളവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് നമ്മൾ മോശമാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഇതൊക്കെ കുറച്ച് തെറ്റാണ് എന്നുള്ളൊരു തിരിച്ചറിവ് സ്വയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കുറേശ്ശെ കുറയ്ക്കാൻ സാധിക്കും. ഇപ്പം എനിക്കങ്ങനെ ഫോണുകളൊന്നും വണ്ടിയിലിരുന്നൊന്നും അങ്ങനെ അധികം വരാറില്ല. അതുകൊണ്ട് അറിയത്തില്ല. പക്ഷേ ഇനി മേലിലും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അതും എൻ്റെ ഒരു ആഗ്രഹമായിട്ട് 2026 കഴിയുമ്പോഴത്തേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാനും കുഞ്ഞുമുള്ള സമയം വളരെ കുറവാണ് കേട്ടോ. ഞാനും കുഞ്ഞും കൂടെ ഒരുമിച്ച് ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ സമയം കിട്ടി. എനിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും അവൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഞാൻ അവനോടൊന്നും പറയാറില്ല, പക്ഷെ എൻ്റെ ഫേസിൽ അത് കാണും. എനിക്ക് ആ ഒരു ദേഷ്യം അതൊക്കെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് കടിച്ചമർത്തിയിട്ട് പറഞ്ഞു ചിലപ്പോഴെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് അവന് മനസ്സിലാവും. പക്ഷെ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ആ റെസൊല്യൂഷൻ എടുത്തു. അവനോടല്ല നമ്മൾ ദേഷ്യം കാണിക്കേണ്ടത്. നമ്മുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. നമ്മളൊന്ന് പേഷ്യൻ്റ് ആവുക. അവൻ കുഞ്ഞല്ലേ, അവൻ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ എന്നൊക്കെ ഞാൻ സ്വയം എന്നെ തന്നെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്ന് കുറേ ടൈം ഞാൻ കുഞ്ഞിനോട്ട് സ്പെൻഡ് ചെയ്തു. അവനെ കുളിപ്പിച്ചു, അവന് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവനെ കിടത്തി ഉറക്കി. അവൻ ഉറങ്ങാതെ എണ്ണിച്ചിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ തട്ടിയിട്ടിട്ട് കിടന്ന് ഉറക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവനെ എണീച്ചപ്പോൾ അവനെ ഞാൻ ഹഗ് ചെയ്തു, ഒന്ന് തട്ടിക്കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞ് ഇനി ഉറങ്ങണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ തന്നെ കിടന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മളാണ് കുറേ സ്ഥലത്തൊക്കെ മിസ്റ്റേക്ക്. നമ്മൾ സ്വയം തിരിച്ചറിയാമെങ്കിൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ആണ് എൻ്റെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊക്കെയാണ് തുടക്കം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 2026 തുടങ്ങിയതിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യുക. കാണുന്നുണ്ട്, വീഡിയോ മുഴുവൻ കാണാൻ തോന്നുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്കറിയാലോ, ഇത്രയും പേർക്കെങ്കിലും എൻ്റെ വീഡിയോ മുഴുവൻ കാണാൻ തോന്നുന്നുണ്ട്, അതൊരു അച്ചീവ്മെൻ്റ് അല്ലേ. അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രേ എനിക്കിന്ന് പറയാനുള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു വർഷമായിരിക്കട്ടെ. തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.